ഇങ്ങോട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? പണപ്പെട്ടി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അല്ല, എനിക്ക് ഞാൻ ഹാപ്പിയാണ്. ഞാൻ പണപ്പെട്ടി എടുത്ത തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നത്. ഞാൻ ആ ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയമുണ്ടല്ലോ. സായി പണപ്പെട്ടി എടുത്തത് ഈ സായി പണം ആഗ്രഹിച്ചിട്ട് തന്നെയാണെന്ന് പലരും പറയുന്നത്. അങ്ങനെ തന്നെയാണ്. പലതും പറയാൻ പറ്റും. ഇത്ര നാളും ബിഗ് ബോസിൽ എന്നതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളിയാണ്, കിടിലാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ദിവസമാണ്. ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. ഈ പണപ്പെട്ടി എടുക്കാൻ കാരണം എന്തായിരിക്കും? ഞാൻ അതുപോലെ പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്കെന്ന് തോന്നുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നാഗര എടുത്തപ്പോഴും നല്ല തീരുമാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സീക്രട്ട് ഏജൻ്റായാലും എടുത്തപ്പോൾ നല്ല തീരുമാനം എന്ന് പറയും. പക്ഷേ അതിനകത്ത് കമൻറ്റ് മൊത്തം നന്ദനയ്ക്ക് വേണ്ടി എടുത്തതെന്ന് അവർ നോക്കി വരുന്നുണ്ട്. അതിനോടൊക്കെ എന്തിനാണ് പ്രതികരിക്കുന്നത്? അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ എന്താണെങ്കിൽ പിന്നെ പുറത്ത് ചേച്ചിയാണ് ചാനലൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ അത് കാരണം കണ്ടു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറേ സംഭവങ്ങളുണ്ട്. സായിപ്പോ ഇപ്പൊ ഈ സീക്രട്ട് ഏജന്റ് അങ്ങോട്ട് പോയിട്ട് ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ സായിക്ക് തന്നെ മനസ്സിലായി ഗാലറിയിൽ നിന്ന് ഗോളടിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ പണപ്പെട്ടിയില്ലേ, നന്ദുവിന് കൊടുക്കുന്നുള്ളൊരു മൊത്തത്തിലൊരു ഇതുണ്ട്, അത് അങ്ങനെ ഒരു ഇതുണ്ടോ? പറഞ്ഞവര് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ല, മൊത്തത്തിലൊരു ചർച്ചയുണ്ട്. ചർച്ചകൾ പലതും ആവാം. ഞാൻ എന്താണോ എന്തെങ്കിലും ചെയ്യുന്നത് അതെനിക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ ടോക്സ് ആർ ഡിഫറെൻറ്റ്. എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ്. എനിക്ക് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളോ അതൊക്കെ ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്യും. അതും എടുത്തത് നന്ദുവിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ഈ ജാസ്മിൻ്റെ ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട്. ആ കോള് വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഉപ്പയെന്ന് പറഞ്ഞിട്ടില്ല, ഭാഗ്യം അങ്ങനെ ഒരു പ്രചരണമുണ്ട്. അപ്പോൾ ആ ഒരു കോളൊക്കെ പുറത്ത് വന്ന് ലീക്കായി, അതൊക്കെ കുറച്ച് ഇഷ്യൂ ആയി പുറത്തെ. അതൊക്കെ ഇറങ്ങിയിരുന്നോ? അതൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഏജന്റ് ആണെന്ന് പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ്? പലർക്കും പലതും തോന്നാം. നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് പിന്നെ രീതിയിലാവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ തോട്ട്സ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഈ ബിഗ് ബോസ് എനിക്ക് കപ്പെടുക്കാൻ ചാൻസ് ഉള്ള ആർക്കറിയും? എൻ്റെ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്ക് കിട്ടണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? എങ്കിൽ പോലും ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. സർവൈവൽ ഗെയിമാണ്. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ലക്ഷം എടുക്കുമായിരുന്നോ? എങ്ങനെയാണ്? ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡായിരുന്നു. അങ്ങനെ 2 ആണെങ്കിലും എടുക്കുന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. 50 രൂപ എടുക്കുന്നുള്ള മൈൻഡായിരുന്നു. ഞാൻ അത് ഓൾറെഡി അവിടെ പറഞ്ഞതുമാണ്. ശാന്തിയോട് കൂടിയല്ലേ അവിടെ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ അന്ന് പറയുന്ന ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി. ഈ സീക്രട്ട് ഏജന്റ് റിയൽ ലൈഫിലും വന്നു തുടങ്ങി. സോ അതുകൊണ്ട് വന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന് കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായി. ഈ ബിഗ് ബോസ് മറ്റേ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറേ അധികം തീർത്തായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഡൗട്ടായതിനു ശേഷം അച്ഛൻ വിളിച്ചിരുന്നു, കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സായി ഇവിടുന്ന് പോയപ്പോൾ സായിയുടെ ലുക്ക് തന്നെ കയറിയായിരുന്നു. ബിഗ് ബോസ് എത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആ ലുക്കിനോട് എങ്ങനെയായിരുന്നു? അതൊരു മേക്ക് ഓവർ വേണമെന്നുള്ള സായിന് ഈ കമന്റ് മൊത്തം സായിക്കെതിരെ ഈ കണ്ണാപ്പി എന്നുള്ളൊരു കമന്റൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണോ എടുക്കുന്നത്? പിന്നെ അതൊക്കെ എന്താ ഉള്ളത്? ഇന്ന് വേറെ നാളെ വേറെ സോഷ്യൽ മീഡിയ നമുക്ക് അറിയുന്നതാണ്.
ഈ ബിഗ് ബോസ് അതിനെക്കുറിച്ച് എന്താ പറയുക? ഔട്ടാൻ ശേഷം അച്ഛൻ വിളിച്ചിരുന്നു. ട്രോളുകളൊക്കെ വരാൻ പോകുന്നുണ്ട് പല രീതിയിലും. അതിനെങ്ങനെ പ്രതികരിക്കും? പോണം. ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പോകും. ഇവിടുന്ന് ഇപ്പോഴും വിടും. ഉപ്പായൊക്കെ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടല്ലേ? ഉപ്പായൊക്കെ ഇനിയിപ്പോ നേരെ കാറിൽ പോയിട്ട് റെസ്പോൺസ് എടുക്കുമോ? അങ്ങനെ 2ാം സ്ഥാനം എന്നല്ല, എനിക്ക് കപ്പിനേക്കാൾ വലിയ ഞാൻ വേറെ വ്യക്തിക്ക് വന്ന മാറ്റങ്ങളും സന്തോഷം. അതിലേ ആരെ ഓക്കെ ഒരു വഴി കൊടുക്കും. എന്റെ ചേട്ടനും തന്നില്ല നല്ല പിടിച്ചോ. എന്താ ചേട്ടനൊക്കെ ഇറങ്ങിയപ്പോ ശശി കേൾക്കും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഒന്നോ 70,000 ഭൂരിപക്ഷത്തിന് ജയിച്ചു. അങ്ങനെ ചോദിച്ചല്ലേ? അപ്പൊ എന്താ പറയാനുള്ളത്? കിരീടം കൊടുത്തത് വെറുതെ. പ്രൗഡ് ഓഫ് യു. ഞാൻ ഇല്ലാത്തപ്പോ ഇവരോടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ലേ? നമ്മളെ ട്രോളിക്കൊന്നുണ്ട്. ഇത് നിങ്ങളിപ്പോ കണ്ടത് വീഡിയോ ഇതിലും കൂടുതൽ വിമർശിക്കാറുണ്ട്. സായിച്ചേട്ടോ, സായിച്ചേട്ടനെ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ടെന്നാ. ഇന്റെതാ 1, 2 മുതൽ മതി. എന്താ ഒന്നും ക്യാമറ ഉണ്ട് കേട്ടോ. വണ്ടി കയറാം പിന്നെ നോക്കാം. ഇല്ലല്ലോ കണ്ടില്ല. അവിടുന്ന് ഞാൻ പേടിച്ചിട്ട് നിന്നത് ക്യാമറ. എല്ലാരോടും നന്ദി. എല്ലാരോടും സന്തോഷം. എല്ലാരോടും ബിഗ് താങ്ക്സ്. പിന്നെ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ. അതിൽ സായി ഒരു ഫൈനലൊക്കെ എത്തിൻ്റെ ആളാണ്, ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നുള്ള സംഭവത്തിലെടുത്തത്? ഒന്നാമത് എൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ്. ഓർത്ത് എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഡിസ്ക് പഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വീടിനകത്ത് തന്നെ. കാരണം അതൊക്കെ ഇങ്ങനെ വെച്ചാൽ കളിച്ച് പോയേ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത്? ഭാഗ്യം നരേന്ദ്രമോദിക്കാന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പറഞ്ഞു അത് അങ്ങേക്ക് മനസ്സിലായില്ല ഇതുവരെ. 2 വട്ടം പോയിട്ടും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാവാത്ത അവർ എന്ത് പറയാൻ പറ്റില്ല. അയാൾ 2 വട്ടം പോയില്ലേ, 2 വട്ടം എനിക്ക് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ആളുടെ യുക്തിയാണല്ലോ, ആളുടെ ഗെയിമാണ് ആൾ കളിക്കണേ. നമുക്കതിൽ പറയാൻ പറ്റില്ല. നന്ദനക്ക് വേണ്ടി എടുത്താണെന്നൊക്കെ പറഞ്ഞു കമന്റ്സ്. പറയാമല്ലോ, അങ്ങനെ ഇഷ്ടംപോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം ഇവിടെ കേൾക്കും, അല്ലെങ്കിൽ ഇവിടെ കളയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ പറയണവരെന്നെ പറയട്ടെ. ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നത്. ഓ ആ സാഹചര്യം അടിപൊളിയായിരുന്നു. ആ പിന്നെന്താ, ഉറപ്പായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കും എന്നുള്ള കാര്യം. ഞാൻ ബിഗ് ബോസ് ചിലപ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഞാൻ പെട്ടിയെടുക്കും, ഞാൻ പെട്ടിയെടുക്കും. ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ ഉറപ്പായിട്ട്. ബിഗ് ബോസിന് പുറത്തുള്ള ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളി ചേട്ടാ, സൂപ്പറാണ്. നാട്ടുകാരെ കണ്ടിട്ട് ഭയങ്കര, ഞാൻ കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഇനി തെറി ഉറപ്പാണ് പുറത്തിറങ്ങിയാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു. മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നല്ല ഗെയിം കളിച്ചു, ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. പുറത്തെ കമന്റ് അല്ലല്ലോ നോക്കാം, നമുക്കിപ്പോൾ പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നവർക്ക് ഇടാം. പക്ഷേ അതെ, പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളെ കാണുമ്പോഴൊരു മറുപടിയാണല്ലോ നമുക്കത് കേൾക്കേണ്ടത്. എനിക്ക് കേട്ടപ്പോൾ സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസ് വരുന്നത് പെങ്ങളുട്ടിയാണെന്നാണ്. അതെ, പെങ്ങളുട്ടി അല്ല, പെങ്ങളുട്ടി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ട്രോൾസ് അതൊക്കെ കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു. എല്ലാം എന്തിഞ്ഞ് കാണുമല്ലോ, സായിച്ചേട്ടൻ വരുന്നുണ്ടല്ലോ. ഇരിക്കണ്ട, വീഴണ്ട. ഒന്നും പറയില്ല, ഞാൻ വരട്ടെ, കാണട്ടെ, ഞാൻ കാണട്ടെ. പോട്ടെ. പണപ്പെട്ടി എടുത്ത് ഇഷ്ടപ്പെട്ടായിരുന്നു? ഹാപ്പിയാണ്. സായിയുടെ കളികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, ഞാൻ ഹാപ്പിയാണ് എന്തായാലും. അറിയില്ല, അതോ സായി വന്നിട്ട് നമുക്ക് സായിനോട് ചോദിക്കാം. എന്തെങ്കിലും തന്നായിരുന്നോ വിളിച്ചപ്പോൾ രാത്രി? ഒന്നും പറഞ്ഞില്ല, വന്നിട്ട് എല്ലാം നേരിട്ട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് എത്തും എന്തായാലും. പോലെ വീട്ടിൽ നിന്ന് പോയപ്പോൾ ആ പറഞ്ഞ ഗെയിമോ പ്ലാനുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കളിയിൽ? നമ്മള് കുറച്ച് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ സായി അവിടുന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഹാപ്പിയാണ് എന്തായാലും. എങ്ങനെയായാലും നല്ല മനുഷ്യനായി എന്നൊക്കെ പറയണ്ടല്ലോ. ഞാനത് വെയിറ്റ് ചെയ്യാണ് സായിനെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും. റിവ്യൂ ചെയ്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേച്ചിയാളുള്ളത്? ഞാൻ കുറെ പണി പെട്ടു എന്തായാലും. കാരണം സായി ഇല്ലാതെ എനിക്ക് എൻ്റെ വർക്കുള്ളതുകൊണ്ടും ഇത് ലൈവൊക്കെ കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ സായി ചെയ്യല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. സായി അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരും, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല, സായി വല്ലേ. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണിലായിരുന്നു, ഫോണില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ കുറേ ഇരുന്നപ്പോൾ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ പിന്നെ മാറിയിട്ടുണ്ടാവും എന്തായാലും. ഈ സായിയെ ട്രോളിയിട്ടൊക്കെ ചേച്ചി കുറേ വീഡിയോസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട്. അത് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഞാനുള്ള സമയത്താണെങ്കിൽ ട്രോളാറുണ്ട് നല്ലോണം. ബിഗ് ബോസിന് പുറത്ത് സായി ചേട്ടൻ ഒരു സിംഹവും അകത്തൊരു പൂച്ചയും അങ്ങനെയൊന്നുമില്ല. സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സീക്രട്ട് ഉണ്ടാവും. ഈ പെട്ടി എടുത്തത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് 5 അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ, 10-15 മിനിറ്റ് കൊണ്ട് എടുത്തു. അത് നല്ല തീരുമാനമായിട്ടാണ്. നല്ല തീരുമാനം. എനിക്ക് അതിലുണ്ടായിരുന്നു. എനിക്ക് ടോപ്പ് 5 കപ്പടിക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പെടുത്തു പോന്നു. അതെ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് താടി മീശൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാറി, ഒരു കുഴപ്പമില്ല. ഇനി വരുമല്ലോ, അത്രേ ഉള്ളൂ. അതിനിപ്പോ എല്ലാവരും കണ്ണാപ്പിന്ന് വിളിക്കണത് അങ്ങനെ ഒന്നും. അത് നിങ്ങൾ ട്രോളിയിട്ട് പറയില്ലേ, കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക, അത്രേ ഉള്ളൂ. ഇനി വേറെ ചോദ്യം വേണ്ട. ഓക്കെ അങ്ങോട്ട് പോകും.
വരൂ, വരൂ.